യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ റിവ്യൂ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഹെർ നെയിം ഇസ് അമ്മു. അപ്പോൾ ആൾക്കൊരു ഓൺ ബിസിനസ് ഉണ്ട്, അഷ്ടങ്ക ഹെർബൽസ് എന്നാണ്. എന്നോട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആയുർവേദിക് കോസ്മെറ്റിക്സ് അതുപോലെ തന്നെ ഹെയർ കെയർ പ്രോഡക്റ്റ്സ് ആണ് മെയിൻലി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് പ്രോഡക്റ്റ്സ് ഇതാ എൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് സ്കിൻ കെയർ കിറ്റ് ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കുലുങ്ങുന്നുണ്ട്, ചില്ലാണെന്ന് തോന്നുന്നു. പൊട്ടിയിട്ടുണ്ടാവും, കുഴപ്പമുണ്ടാവില്ല. ചില്ലും കുപ്പിയാണ്. സേഫ് ആയിട്ട് തന്നെ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യാൻ മാത്രമല്ല, നമുക്കിത് ട്രൈ ചെയ്ത് ഇതിൻ്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. നമ്മളിതാ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് അധികം നേരം ഇങ്ങനെ വെക്കാൻ പറ്റില്ല, റിസ്ക് ആണ്. കാരണം ഇതിൽ 3 ബോട്ടിൽ ചില്ലാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ പ്രോഡക്ട്സും പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബീട്രൂട്ട് ആൻഡ് മഞ്ചിഷ്ടയുടെ ലിപ് ബാം ആണ് കേട്ടോ. നല്ല രസമുണ്ട്, ഒരു കുഞ്ഞു ബോട്ടിലാണ് കേട്ടോ, നല്ല രസമുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് സ്വർണ്ണമുഖി ഫേസ് ക്രീം. കൊള്ളാം, കുഞ്ഞു ചില്ലിൻ്റെ ബോട്ടിലാണ് കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് സ്വർണ്ണകാന്തി ഓയിലാണ് കേട്ടോ. ഐ തിങ്ക് ഇതാണ് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു, സ്വർണ്ണകാന്തി ഓയിൽ. പിന്നെ ഈ സാധനം ഞാൻ കുറച്ച് കൺഫ്യൂസ് ആയിരുന്നു. സോപ്പാണെന്ന് മനസ്സിലായി. ഇത് നല്ല രസമുണ്ട്, ഇത് നോക്കി, ഇതിൽ ബട്ടർഫ്ലൈൻ്റെ ഇതൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്, ക്യൂട്ടാണ്. പക്ഷെ ഇതെന്ത് സോപ്പാണെന്ന് ഞാൻ ആക്ച്വലി നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഒരു രീതിയിൽ എനിക്ക് ഗസ് ചെയ്യാൻ പറ്റണില്ല. അവസാനം ഞാൻ അവളെ വിളിച്ചു, എടി ഇതെന്ത് സോപ്പാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പൊട്ടറ്റോ ആൻഡ് മഞ്ഞളുടെ സോപ്പാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ കേൾക്കണത്. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ സോപ്പ് വല്ലതും ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പൊട്ടറ്റോയും അതുപോലെ തന്നെ മഞ്ഞളും കൊണ്ടുള്ള സോപ്പാണ് കേട്ടോ, അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇത് കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ, ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട്. അപ്പോൾ ദിസ് വൺ ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ക്യൂട്ട്. സോ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മുഖകാന്തി ചൂർണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒട്ടും ടൈം കളയാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നേരെ നമ്മുടെ സ്കിൻ കെയർ പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൊട്ടറ്റോയും മഞ്ഞളും ചേർന്നിട്ടുള്ള ഈ ഒരു സോപ്പ് യൂസ് ചെയ്ത് ഫേസിൽ നന്നായിട്ട് ഡേർട്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ആവുന്ന രീതിയിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഈ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ ഫേസ് പാക്ക് പാലായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഫേസിൽ കംപ്ലീറ്റ്ലി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റാണ് വെയിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ആ 15 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കൊക്കാച്ചി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം പോയിട്ട് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു 70% ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫേസ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ചെയ്യാനുള്ളത് സ്വർണ്ണകാന്തി ഓയിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഇതൊരു മാക്സിമം 3 ഡ്രോപ്സ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 3 കോർണറിലായിട്ട് ഫേസിൽ ഡ്രോപ്പായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് കൈ കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഫേസ് ക്രീം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ അത് ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഫൈനലി നമ്മൾ ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ലിപ് ബാം എൻ്റെ ലിപ്പിന് നല്ല രീതിയിൽ സ്യൂട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി അപ്ലൈ ചെയ്ത് നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ കംപ്ലീറ്റ് ആക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ സ്കിൻ കെയർ കിറ്റിൻ്റെ ഓരോ പ്രോഡക്ട്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതാ ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളമാണ് ഫേസ് ഗ്ലോയിങ് ആയേക്കണതെന്ന്. അപ്പോൾ ഇത് ഒറ്റ ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ ഇത്രയും റിസൾട്ട് തരുമെങ്കിൽ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ പ്രോഡക്ട്സ് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അക്കൗണ്ട് മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം. എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു അഷ്ടങ്ക ആൻഡ് താങ്ക് യു സോ മച്ച് അമ്മു. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.